ഇന്ത്യൻ നേവിയിലെ +2 ശേഷം ഡയറക്ടർ ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് ഫിൽ ചെയ്തോളൂ. ഇന്ത്യൻ നേവിയിൽ ഓഫീസർ പദവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന മികച്ചൊരു അവസരമാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്. ഏഴിമലയിലെ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ 4 വർഷത്തെ സൗജന്യ ബിടെക് പഠനം തുടർന്ന് സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കും. നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയ്ക്ക് ശേഷം +2 കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ നേവിയുടെ ഭാഗമാകാൻ ലഭിക്കുന്ന ഏറ്റവും മികച്ചൊരു എൻട്രിയാണിത്. എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കുള്ള ഈ പ്രവേശനം ഒരു പെർമനന്റ് കമ്മീഷൻ എൻട്രിയാണ്. അതായത് ഇതിലൂടെ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് നേവലിൽ ഉയർന്ന റാങ്കുകൾ വരെ എത്താനായിട്ട് സാധിക്കും. അപേക്ഷ നടപടികൾ 2026 ജാനുവരി 3 ആരംഭിച്ചു കഴിഞ്ഞു. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജാനുവരി 19 ആണ്. അപ്പോൾ അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആകെ 44 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 7 ഒഴിവുകൾ പെൺകുട്ടികൾക്കായിട്ട് പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. 2007 ജനുവരി 2-നും 2009 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ എൻട്രിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളത്. ഈ എൻട്രി അപേക്ഷിക്കാൻ 2 പ്രധാന നിബന്ധനകളാണുള്ളത്. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു 70% മാർക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് ഒരു 50% മാർക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. JEE 2025 പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ എൻട്രിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. CUT പരീക്ഷ പോലെ ഇതിനായിട്ട് പ്രത്യേക പരീക്ഷ ഇന്ത്യൻ നേവി നടത്തുന്നില്ല. JEE റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിന്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ 4 ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ JEE റാങ്ക് അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് തുടർന്ന് 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു SSB ഇന്റർവ്യൂ നടക്കും. ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പിന്നെ ബാംഗ്ലൂർ, വിശാഖപട്ടണം, കൊൽക്കത്ത, ഭോപ്പാൽ എന്നിവിടങ്ങളിലാണ് സാധാരണയായിട്ട് ഇന്റർവ്യൂ നടക്കാറുള്ളത്. ഇന്റർവ്യൂ വിജയിക്കുന്നവർക്ക് മെഡിക്കൽ പരിശോധന ഉണ്ടാകും. അതിനുശേഷം തയ്യാറാക്കുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. 4 വർഷത്തെ ബിടെക്കും പഠനം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിരിക്കും. താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യൻ നേവി നൽകും. പഠനം കഴിഞ്ഞ് ഒരു സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു 56,000, പിന്നെ നിങ്ങളുടെ മറ്റുള്ള അലവൻസ് എല്ലാം ചേർന്ന് നിങ്ങൾക്ക് ഒരു 1,00,000-ഓളം രൂപ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ ജോയിനിങ് ടൈമിൽ. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ സൗകര്യങ്ങൾ, മറ്റു ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻസൈറ്റ് 360 ആപ്പ് വഴി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ പോർട്ടലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു എക്സാമിനും അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പഠനത്തോടൊപ്പം രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് ഇത് വലിയൊരു അംഗീകാരമാണ്. ഈ എൻട്രി സാമ്പത്തിക ബാധ്യതകളില്ലാതെ തന്നെ ഉന്നത ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം.